Okay. Next, we have to discuss Dirichlet's condition. Okay, what is Dirichlet's condition for convergence of Fourier series? Okay, a signal x of t must satisfy Dirichlet's condition for obtaining its Fourier series expansion. Okay, that we have already discussed. Okay, that is a signal x of t. If it satisfies Dirichlet's condition, then it can be represented in the form of Fourier series expansion. Okay, and what are the points or what are the conditions explained in Dirichlet's condition? Okay, the first one is x of t must be a single valued signal everywhere. That is, at no point in time x of t have multiple values. Okay, and that indicate another x of t signal must have a single value everywhere. Okay, x of t സിഗ്നലിന് ഏത് ടൈം പീരീഡ് വാല്യൂ എടുക്കുകയാണെങ്കിൽ അതിനൊരു സിംഗിൾ വാല്യൂ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. Okay, at a time two or more than one multiple values ഉണ്ടാകാൻ പാടില്ല. Okay, that is one condition. Okay, and second one, x of t must only have finite number of discontinuities in one period. Okay, x of t നമ്മൾ എന്ത് പറയുന്നുണ്ട്, കണ്ടിന്യൂസ് ആൻഡ് പീരിയോഡിക് സിഗ്നൽ ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. സോ അത് എന്തായിരിക്കണം, അതിന് ഒരു ടൈം പീരീഡ് എടുക്കുകയാണെങ്കിൽ അതിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ചെറിയ രീതിയിൽ നിന്ന് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടെങ്കിൽ അത് ഫൈനൈറ്റ് ആയിരിക്കണം. സോ ഓഫ് ആൻഡ് മിനിമം കണ്ടീഷൻ ചെയ്യുകയാണെങ്കിൽ ഓൺലി ഫൈനൈറ്റ് നമ്പർ, അതിന്റെ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഷുഡ് ബി ഫൈനൈറ്റ് പിന്നെ within a one period. Okay, and the last condition, the single period must be finite. Okay, integral of x of t over a single period must be finite. Finite ആവണം എന്തായിരിക്കണം, ആ integral of t0 to t0 plus t x of t dt should be less than infinity ആയിരിക്കണം. Okay, integral of x of t over a single period. Single period means ഈ single period ഉദ്ദേശിക്കുന്നത് എന്താണ് ആക്ച്വലി? ഇതൊരു കണ്ടിന്യൂസ് ടൈം പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ ഇതിന്റെ ഈ ഒരു ടൈം റേഞ്ചിനെയാണ് സിംഗിൾ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സിംഗിൾ പീരീഡ് ആണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ സിംഗിൾ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിംഗിൾ പീരീഡിൽ എന്തായിരിക്കണം, അതിന്റെ എക്സ് ഓഫ് ടി, ഈ സിംഗിൾ എക്സ് ഓഫ് ടി ഓവർ ദിസ് സിംഗിൾ പീരീഡ് ഷുഡ് ബി എ ഫൈനൈറ്റ് ഇന്റഗ്രൽ വാല്യൂ, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ. ഓക്കെ, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് എക്സ് ഓഫ് ടി ഓവർ ദിസ് സിംഗിൾ പീരീഡ് മസ്റ്റ് ബി എ ഫൈനൈറ്റ് വാല്യൂ. ഓക്കെ, അതാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. t0 to t0 integral t0 to t0 plus t mod x of t dt should be less than infinity ആയിരിക്കണം. Okay, so these are the four conditions or 4 points included in the Dirichlet's condition. Okay, first one എന്താണ്, x of t must be a single valued everywhere, that is at no point in time x of t have multiple values. Okay, ഇതിപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്നത് x of t, this is a continuous time periodic signal. ഇവിടെ നോക്കിയേ, each value of the signal, it has only one, each value of time period, it has only a single signal value അല്ലെ. ഏതെങ്കിലും ഒരു ടൈം പീരീഡ്, ഇൻസ്റ്റന്റിലുള്ള ഏത് ടൈം പീരീഡ് എടുക്കുകയാണെങ്കിലും നോക്കിയേ, ഇവിടെ ഒരു ഒറ്റ സിംഗിൾ സിഗ്നൽ വാല്യൂ മാത്രമേ ഉള്ളൂ, മോർ ദാൻ വൺ വാല്യൂസ് ഇല്ല, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വാല്യൂസ് ഇല്ല. ഓക്കെ, പിന്നെന്താ, എക്സ് ഓഫ് ടി മസ്റ്റ് ഓൺലി ഹാവ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഇൻ വൺ പീരീഡ്. ഓക്കെ, ഈ ഒരു വൺ പീരീഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റീസ് ഈ ഒരു പോയിന്റിൽ 0 വരുന്ന ഒരു കേസേ ഉള്ളൂ അല്ലെ, വേറെ ഡിസ്കണ്ടിന്യൂറ്റീസ് ഇല്ല. ഓക്കെ, അപ്പൊ എന്താണ്, അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എക്സ് ഓഫ് ടി മസ്റ്റ് ഹാവ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമ ആൻഡ് മിനിമ. നോക്കിയേ, ഇതിന് ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമ ഉണ്ട്, ഇത് പ്ലസ് എം എടുക്കാം, ദാറ്റ് ഇസ് മാക്സിമ, ആൻഡ് ദിസ് ഇസ് മൈനസ് എം. ഫൈനൈറ്റ് ആണ്, മാക്സിമ ആൻഡ് മിനിമ ഫൈനൈറ്റ് വാല്യൂസ് ആണ്. ആൻഡ് ഫൈനലി ഇതിന്റെ ഇന്റഗ്രബിൾ ലെസ് ദാൻ ഇൻഫിനിറ്റിയും ആണ്. നമുക്ക് ഏതെങ്കിലും സിഗ്നൽ എടുത്ത് നോക്കിയാൽ അതിനെ ഓവർ എ പീരീഡ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും, ഒരു പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ, കണ്ടിന്യൂസ് ടൈം പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ ഡിറിച്ലെറ്റ്സ് കണ്ടീഷൻ. സോ നിങ്ങളോട് എക്സാമിന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എക്സ്പ്ലെയിൻ ഡിറിച്ലെറ്റ്സ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. സോ ഈ 4 പോയിന്റ്സ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഈ 4 പോയിന്റ്സ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക.
ഈ 4 പോയിന്റ്സ് ഒന്ന് വേഗം എഴുതിയെടുത്തേ. Dirichlet's condition for convergence of Fourier series. ഒന്ന് വേഗം ഈ പോയിന്റ്സ് ഒന്ന് എഴുതിയെടുത്തേ. Please inform me. Okay. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. സോ Dirichlet's condition മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഇത് നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എക്സാമിന്. Explain or find Dirichlet's condition for convergence of Fourier series എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 പോയിന്റ്സ് നീറ്റ് ആയിട്ട് എഴുതാം. Next we have to discuss the symmetry conditions. Okay. Symmetry conditions. എന്താണ് സിമ്മട്രി? ഈവൻ സിമ്മട്രി, ഓഡ് സിമ്മട്രി, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സിഗ്നൽസിനെ നമ്മൾ ആ ഒരു ആ വെർട്ടിക്കൽ വൈ ആക്സിസിനെ കൺസിഡർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു ആക്സിസ് വെച്ച് പറയുന്നതാണ് അതിന്റെ സിമ്മട്രി അല്ലേ? സിഗ്നൽസിന്റെ സിമ്മട്രി. അപ്പം ഈ സിമ്മട്രിക്കൽ കണ്ടീഷൻസ്, ഇപ്പം നോർമലി ഈ കണ്ടിന്യൂസ് ടൈം പീരിയോഡിക് സിഗ്നൽസ് ഏതെങ്കിലും ഒരു സിമ്മട്രി ഫോളോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത് ബൈ ഡിഫോൾട്ട് ആ ഒരു ഏതെങ്കിലും ഒരു സിമ്മട്രിക്കൽ രീതിയിലായിരിക്കും അത് ആ ഒരു സിഗ്നൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ സിമ്മട്രി, ഡിഫറെൻറ്റ് സിമ്മട്രീസ് ഉണ്ട് അല്ലേ? ഈവൻ സിമ്മട്രി, ഓഡ് സിമ്മട്രി, ഹാഫ് വേവ് സിമ്മട്രി, അങ്ങനത്തെ ഡിഫറെൻറ്റ് സിമ്മട്രീസ് ഉണ്ട്. അപ്പം ആ സിമ്മട്രീസ് ഒക്കെ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ
നമുക്ക് ഈ ഫോറിയർ സീരീസ് കോഎഫിഷ്യൻസിന്റെ വാല്യൂസ് പ്രീ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, if a signal x of t has some sort of symmetry, then sum of the Fourier series coefficients will become 0. That is the point. Okay, and therefore no need to calculate those coefficients. Okay, now trigonometric Fourier series expansion we have to find out what is the value of a0, an and bn. Okay, these three are the Fourier series coefficients. Okay, but if the given signal is obeying any one of the symmetry, so just we not need to find out all these Fourier series coefficients. Okay, based upon the symmetry, sum of the Fourier series coefficients will become 0. ഓക്കെ, അപ്പൊ അത് ഓൾറെഡി നമുക്ക് ആ വാല്യൂസ് 0 ആണെങ്കിൽ അത് നമുക്ക് അറിയാമെങ്കിൽ പിന്നെ ആ ഒരു ഫോറിയർ സീരീസ് കോഎഫിഷ്യന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഒരു സിഗ്നൽസിന്റെ സിമെട്രി മനസ്സിലാക്കാന്ന് പഠിക്കുക. ദെൻ ആ സിമെട്രി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പം ഇവൻ സിമെട്രി ആണെങ്കിൽ ബി എന്നിന്റെ വാല്യൂ വിൽ ബി 0 ആയിരിക്കും. ഓക്കെ, ഒരു കോഎഫിഷ്യന്റ് ബി എന്നിന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ സിമെട്രിക്കും ഏതൊക്കെ വാല്യൂസ് ആണ് 0 നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കോഎഫിഷ്യൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ലെഫ്റ്റ് ആയിട്ട് വരുന്ന കോഎഫിഷ്യൻസ് മാത്രമേ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അതിനാണ് നമ്മളിവിടെ സിമെട്രിക് കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഹിയർ വി ആർ ഡിസ്കസിംഗ് ഓർ ഹിയർ already 3 symmetries are given: even symmetry, odd symmetry and half wave symmetry. Odd symmetry important ആണ്. Normally is obey even symmetry ആയിരിക്കും, other times odd symmetry. Okay, first നോക്കുക, if signal obeys the even symmetry, that is എന്താണ് even symmetry means conditional minus t ആയിരിക്കും അല്ലെ. ഇവൻ നമ്മൾ സിഗ്നൽസ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇവൻ കണ്ടീഷൻ പറഞ്ഞതാണ്. ഇവൻ സിഗ്നൽ ആണെങ്കിൽ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് ടി ആയിരിക്കും. ഓക്കെ, അപ്പം ഇവൻ സിമെട്രി ആ ഫോളോ ചെയ്യുന്നതെങ്കിൽ കണ്ടീഷൻ എന്താണ്, എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് ടി ആണ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നോക്കിയേ. ഇതുപോലെയാണ് ഇവൻ സിമെട്രി ഉണ്ടാകുക. ഈ ഒരു വെർട്ടിക്കൽ വൈ ആക്സിന് രണ്ട് സൈഡിലും ഇതുപോലെ ആയിട്ടാണ് ഇവൻ സിമെട്രി ഉണ്ടാകുക. ഓക്കെ, രണ്ടിനും ഒരേപോലെയാണ്. ഒരേപോലെ ഇൻ ദ സെൻസ് ആ ഒരു വെർട്ടിക്കൽ ആക്സിന് രണ്ട് സൈഡിലുമായിട്ടും ആ ഒരു സിഗ്നൽസിന്റെ കണ്ടിന്യൂഷൻ വരും. ഓക്കെ, ഇതുപോലെയാണ് ഈ ഒരു ഇപ്പം തന്നിരിക്കുന്ന സിഗ്നൽ ഒബേസ് ഇവൻ സിമെട്രി ആണെങ്കിൽ വാല്യൂ ഓഫ് bn will be 0 ആയിരിക്കും. Okay, value of Fourier series coefficient bn is equal to 0 ആയിരിക്കും. So here we need not to find out the value of bn. Okay, അത് നമുക്ക് ആദ്യം predict ചെയ്ത് this signal is obeying even symmetry, so the value of bn is equal to 0. അത് നമുക്ക് ഓൾറെഡി എഴുതി വെക്കാം. Okay, and there we have to find only a0 and an. അത് രണ്ടും മാത്രമേ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുള്ളൂ. Okay, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ a0, an and bn കണ്ടുപിടിക്കും. അപ്പൊ bn നമ്മൾ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് നമുക്ക് 0 ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം, ആ ഒരു വെറുതെ വേസ്റ്റ് ആണ്, അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഏതെങ്കിലും സിമെട്രി നമ്മൾ തന്നിരിക്കുന്ന സിഗ്നൽ ഏതെങ്കിലും ഒരു സിമെട്രി ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് സിമെട്രി ആണെന്ന് നോക്കുക. ഇഫ് ഇറ്റ് ഈസ് ഇവൻ സിമെട്രി then bn is equal to 0. Okay, here we have to find out only a0 and an. Okay, അപ്പം bn 0 അവിടെ കൊസൈൻ ടേംസ് മാത്രമേ ഉണ്ടാകുള്ളൂ. Okay, and if it is an odd symmetry, the condition is x of t is equal to minus of x of minus t, and the representation like this. ഇതുപോലെയാണ് സിഗ്നൽ ഉണ്ടാകുക. And here the values of a0 and an is equal to 0, and it bn only has a particular value. Okay, odd symmetry ആണെങ്കിൽ a0 equal to 0, an equal to 0, and bn has a particular value. Okay, so here we have to find only bn. bn മാത്രമേ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഇനി ഹാഫ് വേവ് സിമെട്രി ആണെങ്കിലോ അതിന്റെ കണ്ടീഷൻ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഓഫ് സ്മോൾ ടി പ്ലസ് ഓർ മൈനസ് ക്യാപിറ്റൽ ടി ബൈ 2 എന്നാണ് ഹാഫ് വേവ് സിമെട്രി. ഓക്കെ, ഇതുപോലെയാണ് അതിന്റെ റെപ്രസെന്റേഷൻ, അല്ലെങ്കിൽ അതിന്റെ സിഗ്നൽ ഇതുപോലെയാണ് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക. ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ബോത്ത് an and bn, ബട്ട് ദ വാല്യൂ ഓഫ് a0 ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് 3 സിമെട്രി കണ്ടീഷൻസ്. ഇതിൽ ഇവൻ സിമെട്രി ആൻഡ് ഓഡ് സിമെട്രി ആണ് മോർ ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഹാഫ് വേവ് സിമെട്രി കൂടി നോക്കി വെക്കാം.
ഓക്കെ, അപ്പം എന്താ ചെയ്യുക, ഈ സിഗ്നൽ ഏതുപോലെയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെക്ക് വെദർ ദ സിഗ്നൽ satisfy even symmetry condition or odd symmetry condition. Okay, after finding which symmetry is present, then we have to write down which value, which Fourier series coefficient will become 0. Okay, if it is even symmetry, Bn is equal to 0. So here we have to find only A0 and An. Okay, if the signal satisfying the odd symmetry condition, then we have to find only Bn because the A0 and An is 0. Okay, that is sign terms only. ഓക്കെ, ഇതാണ് ഈ സിമ്മട്രിക് കണ്ടീഷൻ കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണോ? ഈവൻ സിമെട്രിയിൽ ബി എൻ 0 ആയിരിക്കും, A0 ആൻഡ് എൻ മാത്രമേ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുള്ളൂ. ഓഡ് സിമെട്രിയിൽ A0 AN 0 ആയിരിക്കും, വി ഹാവ് ടു ഫൈൻഡ് ഓൺലി Bn. ഓക്കെ, ഹാഫ് വേവ് ആണെങ്കിൽ A0 ഈക്വൽ ടു 0 ആയിരിക്കും, വി ഹാവ് ടു ഫൈൻഡ് AN ആൻഡ് Bn. Is it clear? സോ സീക്രട്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ ഷെയർ ചെയ്ത് തരാം. സോ ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവൻ സിമെട്രി എഴുതി ഹൈഫൺ ഇട്ടിട്ട് അതിൽ A0 Bn ഈക്വൽ ടു 0 അങ്ങനെ ആ കണ്ടീഷൻസ് മാത്രം ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇവൻ സിമെട്രി ഹൈഫൺ ഇടുക, ജസ്റ്റ് ഒന്ന് ആ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, Bn ഈക്വൽ ടു 0 കൊസൈൻ ടേംസ് ഓൺലി, ആൻഡ് ഓഡ് സിമെട്രി ചെയ്ത് ഹൈഫൺ ഇടുക, A0 ഈക്വൽ സൈൻ ടേം ഇതുപോലെ മതി. ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ? ഒന്ന് എഴുതി. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ പറഞ്ഞത് ഈ ഓരോ സിമെട്രിയിലുള്ള ഏതൊക്കെ കോഎഫിഷ്യൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്നുള്ളതും പിന്നെ ആ ഒരു സിമെട്രി റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും അത് മാത്രം ഒന്ന് നിങ്ങൾ എഴുതി വെച്ചേ. നമുക്കിപ്പോൾ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ അത് ആവശ്യമാണ്. ഓക്കെ, ഇവൻ സിമെട്രി എഴുതുക, ദെൻ ഹൈഫൺ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരക്കുക, ഹൈഫൺ Bn ഈക്വൽ ടു 0. Okay, and odd symmetry hyphen draw that graphical representation and hyphen A0 equal to 0, An equal to 0. That sign terms മാത്രമേ ഉള്ളൂ. Okay, and finally half wave symmetry hyphen draw that graphical representation hyphen A0 equal to 0. അങ്ങനെ മാത്രം ഒന്ന് എഴുതി വെച്ചേ.
ഫിനിഷ് ചെയ്തോ? കംപ്ലീറ്റ് ആയില്ലേ? Okay. One second. Okay. Now is the screen is visible? Okay. So this is the first question. So please write down this question. That is, determine the Fourier series representation of the signal, and the signal is given. Okay. Please write down. Determine the Fourier series representation of the signal, and its graphical representation of the signal is given. Okay. In this way, the question will be asking. Okay. So please write down the question and draw the graphical representation of the signal x of t. Okay. Here, first of all, this is a signal x of t. First, check here whether the signal is continuous time and periodic. Okay, so here the x of t is a periodic signal with the period t. Okay, okay. ഒരു ഇപ്പം -1 to 1 ടൈം പീരീഡ് വരുന്ന ഈ ഒരു സിഗ്നൽ എന്താണ്, അത് അതേപോലെ റിപ്പീറ്റ് ചെയ്ത് പോവാണ് അല്ലേ, അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. ഓക്കെ, സോ ദ സിഗ്നൽ ഈസ് പീരിയോഡിക് വിത്ത് ടൈം പീരീഡ് ടി. ഓക്കെ, ഇവിടുത്തെ ടൈം പീരീഡ് ടി എത്രയായിരിക്കും ഒന്ന് നോക്കിയിട്ട് പറയാം. Given signal x of t is periodic with period t. Okay, t is equal to how many seconds? നോക്കിയേ, ഇത് ഏത് സിഗ്നൽ ആണ് റിപ്പീറ്റിംഗ് ആയിട്ടുള്ളത്? ഇനി ആ റിപ്പീറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ പീരീഡ് എത്രയാണ് നോക്കിയേ. ഫണ്ടമെന്റൽ പീരീഡ് ടി ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? നമുക്ക് ഇങ്ങനെ എടുക്കാം അല്ലെ, -1 to 1 വരെയുള്ള ആ ഒരു സിഗ്നൽ തന്നെ എന്താ റിപ്പീറ്റ് ചെയ്ത് പോവാണ് അല്ലെ. അപ്പൊ -1 to 1 എന്ന് പറയുമ്പോൾ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? Yes, 2 അല്ലേ. -1 to 0 1 ആയി, ഇനി 0 to 1 again 1. So this is an x of t. This is the signal x of t is a periodic signal with the period t is equal to 2 seconds. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്, അതിന്റെ ടൈം പീരീഡ് ടി. ഓക്കെ, ഏത് ആണ് അതിന്റെ ക്യാപിറ്റൽ ടി ആണ് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സിഗ്നലിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ടി ഈക്വൽ ടു 2 seconds കിട്ടി. നമുക്ക് ഫണ്ടമെന്റൽ പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാലോ. അത് എത്രയായിരിക്കും? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ω0 is equal to what? എന്തായിരുന്നു ഇക്വേഷൻ? 2π/T ആണ് അല്ലെ. 2π/T നമുക്ക് ഓൾറെഡി കിട്ടി, 2 seconds ആണ്. സോ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ω0 is equal to what? Pi radian/second. Okay, so first of all we have to find the fundamental period t and the fundamental frequency ω0 from the given signal. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ ടി കണ്ടുപിടിച്ചു, 2 seconds ആണ്. അപ്പൊ അത് നോക്കുക, ടി ഏത് ടൈം പീരീഡ് വെച്ചാണ് ആ സിഗ്നൽ റിപ്പീറ്റ് ചെയ്യുന്നത്, അതായിരിക്കും അതിന്റെ ഫണ്ടമെന്റൽ പീരീഡ് ടി. ഓക്കെ, ആൻഡ് അതെപ്പോഴും നമ്മൾ ഇതുപോലെ
എക്സ് ആക്സിസ് വെച്ചിട്ട് വൈ ആക്സിസ് വെച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു സിമിലർ നോക്കിയേ, മാക്സിമം വരെ പോയി -1 to 1 എടുക്കുകയാണ് നമ്മൾ സിഗ്നൽ ഇങ്ങനെ ലീനിയർലി വേരി അങ്ങനെയുള്ള ഒരു ലൈനാണ് കിട്ടുക. സോ അതാണ് നമുക്ക് ആ ഒരു ടൈം പീരീഡ് എടുക്കുന്നത്. അല്ലെങ്കിൽ -1 to 1 എടുത്താലും ഈ 0 to 2 എടുത്താലും എന്താണ് ടൈം പീരീഡ് സെയിം ആണ്. ഫണ്ടമെന്റൽ ടൈം പീരീഡ് ടി സെയിം ആണ്. ബട്ട് നമ്മൾ ഇന്റഗ്രലിന് എടുക്കുന്ന ലിമിറ്റ് വേരി ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ബെറ്റർ ടേക്ക് ഇറ്റ് ഫ്രം ദ സിഗ്നൽ ഫ്രം -1 to 1. ഓക്കെ, അതെടുത്താൽ മതി. അപ്പം അതാണ് നമ്മുടെ എടുക്കുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്തു, നമ്മൾ ടൈം പീരീഡ് ഫണ്ടമെന്റൽ പീരീഡ് ടിയും ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ω0 കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് നോക്കുക എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ. What is the equation for trigonometric Fourier series expansion? That is x of t is equal to a0 plus summation of n is equal to 1 to infinity an cos n omega 0 t plus bn sin n omega 0 t. Okay, this is the equation. Expanded this is the Fourier series expansion equation. Okay, next എന്ത് വേണം, ഇത് നമുക്ക് ഇനി എന്ത് വേണം, a0 ഫൈൻഡ് ഔട്ട് ചെയ്യണം, an ഫൈൻഡ് ഔട്ട് ചെയ്യണം, bn ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് ആ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യണം, ഈ x of t എന്നുള്ള ഈ എക്സ്പാൻഷൻ ഇക്വേഷനിലേക്ക് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്, ഫോറിയർ സീരീസ് റെപ്രസെന്റേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫോറിയർ സീരീസ് എക്സ്പാൻഷന്റെ ഇക്വേഷൻ എഴുതി അതിൽ a0 an ആൻഡ് bn ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേറെ തന്നെ ഡിഫറെന്റ് ഇക്വേഷൻസ് ഉണ്ട്. സോ ആ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് ഫൈനലി ആ വാല്യൂസ് ഒക്കെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ് ചെയ്യാം. ഓക്കെ, ഇനി a0 an ആൻഡ് bn ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ എന്താണ്, വി ഹാവ് ടു ചെക്ക് ദ സിമ്മട്രി ഓഫ് ദ സിഗ്നൽ. അല്ലേ, സിമ്മട്രി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണ്ട. bn = 0 അല്ലെങ്കിൽ an ആൻഡ് a0 = 0 അങ്ങനെയുള്ളത് അറിയാൻ പറ്റും അല്ലേ. അപ്പം നമുക്കത് മുഴുവനായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണ്ട, സോൾവ് ചെയ്യണ്ട, ഡയറക്റ്റ്ലി നമുക്ക് ആ വാല്യൂ = 0 എന്ന് കൊടുക്കാം അല്ലേ. അപ്പൊ നോക്കിയേ, ഈ തന്നിരിക്കുന്ന സിഗ്നൽ x of t ഏത് സിമ്മട്രിയാണ്, ഏത് സിമ്മട്രിയിലുള്ള സിഗ്നൽ ആണ്? യെസ്, ഓഡ് സിമ്മട്രി ആണ് അല്ലേ. നോക്കിയേ, നമ്മൾ നേരത്തെ സിമ്മട്രി കണ്ടീഷൻസ് പറയുന്ന സമയത്ത് ഓഡ് സിമ്മട്രിക്ക് എക്സാമ്പിൾ ഇതുപോലെയായിരുന്നു അല്ലേ. ഇതാണ് ഓഡ് സിമ്മട്രി ആണത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓഡ് സിമ്മട്രി ആണെങ്കിൽ ഏതൊക്കെ വാല്യൂസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ വാല്യൂസ് ആണ് 0? നോക്കിയേ, ഓഡ് സിമ്മട്രി ആണെങ്കിൽ if the signal is obeying odd symmetry, then value of a0 and an equal to 0. So here we have to find out only value for bn. Okay, bn മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആ ഒരു പോയിന്റ് എഴുതുക. എന്താ എഴുതേണ്ടത്, x of t has odd symmetry. Okay, signal x of t has odd symmetry. Signal x of t has odd symmetry. That is a condition എഴുതാം, x of t is equal to what, minus of x of minus t. Okay, so if a signal satisfying the odd symmetry, then value of a0 equal to 0 and value of an equal to 0. Okay, value of a0 and value of an equal to 0 from the symmetry condition. Okay, so here we no need to calculate a0 and an. Okay, we need to calculate only bn. Okay, we need to calculate only bn. അത് മാത്രമേ ഫൈൻഡ് ഔട്ട് ചെയ്യൂ. Okay, and what is the equation for bn? bn ന്റെ ഇക്വേഷൻ എന്തായിരുന്നു,
ഇവിടെ ഉണ്ടല്ലേ. bn is equal to 2 by t integral 0 to integral small t0 to t0 plus capital T x of t sin n d equal by t 0 plus capital T x of t into sin n omega 0 t dt. The equation. Okay, and here next step we have to write t0 and t0 plus t എത്രയായിരിക്കും? നിങ്ങൾ ഈ തന്നിരിക്കുന്ന സിഗ്നൽ വെച്ച് പറഞ്ഞേ. What is the value of t0 and what is the value of t0 plus capital T? t0ന്റെ വാല്യൂ എന്താണ്? What is the value of t0? ആ t0 to t0 plus t എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആ ഒരു പീരീഡിന്റെ സ്റ്റാർട്ടിംഗ് ലിമിറ്റും എൻഡിങ് ലിമിറ്റും ആണ്. ഓക്കെ, നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന പീരീഡ് ഏതാണ്? ഈ ഒരു പീരീഡിലുള്ള സിഗ്നൽ ആണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഈ പീരീഡിന്റെ സ്റ്റാർട്ടിംഗ് ടൈം ലിമിറ്റ് ആണ് t0, അതിന്റെ എൻഡിങ് ടൈം ലിമിറ്റ് ആണ് t0 പ്ലസ് t. എന്തുകൊണ്ടാണ് t0 സ്റ്റാർട്ടിങ് എടുത്തു കഴിഞ്ഞാൽ t0 പ്ലസ് ദിസ് t ആയിരിക്കും ഇതിന്റെ എൻഡിങ്ങിൽ വരുന്നത്, അല്ലേ? അപ്പം ഇപ്പൊ പറഞ്ഞേ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് t0? Yes, value of t0 minus 1 and t0 plus t. What is the value of t0 plus t? Yes, minus 1 to 1 അല്ലേ? അപ്പം t0ന്റെ വാല്യൂ എന്താണ്? -1. t0 plus t എന്താണ്? +1. ഓക്കെ, നമ്മൾ എടുക്കുന്ന പീരീഡിനെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു സിംഗിൾ പീരീഡിനെ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇഫ് ഐ ടേക്ക് considering 0 to 1 അല്ല 0 to 2, ഇതാണ് ഞാൻ എടുത്ത ടൈം പീരീഡ് എങ്കിൽ എന്തായിരിക്കും t0? എന്തായിരിക്കും t0 പ്ലസ് ക്യാപിറ്റൽ T? ജസ്റ്റ് എക്സാമ്പിൾ, വേറൊരു സിഗ്നൽ ആണ്, അങ്ങനെ കൺസിഡർ ചെയ്യാം. ഇപ്പം ഞാൻ 0 to 2 ആണ് ഞാൻ എടുത്തിരിക്കുന്ന ഫണ്ടമെന്റൽ പീരീഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ t0 വാല്യൂ എത്രയായിരിക്കും? ഈ ഫിഗറിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇഫ് ഐ കൺസിഡറിംഗ് ദ ഫണ്ടമെന്റൽ പീരീഡ്, ഓക്കെ, 0 ആയിരിക്കും അല്ലേ? t0 0 ആയിരിക്കും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് t0 പ്ലസ് ക്യാപിറ്റൽ T? 2 ആയിരിക്കും. യെസ്, റൈറ്റ്. അപ്പൊ നോക്കിയേ, ഇവിടെ ക്യാപിറ്റൽ T ഫണ്ടമെന്റൽ പീരീഡ് റിമൈൻസ് ദ സെയിം, അത് 2 തന്നെയാണ്. -1 to 1 ആയാലും 2 ആണ്, 0 to 2 ആയാലും 2 ആണ്. ബട്ട് നമ്മൾ എടുക്കുന്ന ഇന്റർവൽ ലിമിറ്റ് ആണ് വാരി ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് -1 to 1 വരെയുള്ള സിഗ്നൽസ് ആണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് -1 to 1 വരെയുള്ള സിഗ്നൽസ് ആണ്. ഓക്കെ, അപ്പം വാല്യൂ ഓഫ് t0 ഈക്വൽ ടു എത്രയാണ്? -1 ആണ്. t0 പ്ലസ് ക്യാപിറ്റൽ T 1 ആണ്. ഓക്കെ, ഇനി ക്യാപിറ്റൽ ടിന്റെ വാല്യൂ എത്രയാണ്? അത് ഓൾറെഡി കണ്ടതാണ് അല്ലെ, 2 seconds ആണ്. ഓക്കെ, ഈ വാല്യൂസ് ഒക്കെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. bn is equal to 2 by 2 integral -1 to 1 x of t. Okay, here x of t എന്താണ്? What is the value of x of t? ഈ -1 to 1 എന്ന് പറയുന്ന ടൈം പീരീഡിലുള്ള x of t എന്ന് പറയുന്ന സിഗ്നലിന്റെ വാല്യൂ എന്താണ്? നോക്കിയേ, ഇതിലൂടെ മാറ്റി വരക്കുവാണെങ്കിൽ നോക്കിയേ, സിഗ്നൽ ഇതുപോലെയാണുള്ളത് അല്ലെ, -1 to 1 സിഗ്നൽ ഇതുപോലെയാണുള്ളത്. അപ്പൊ ഇതെന്താണ്? ഇത് മാത്രം നോക്കുകയാണെങ്കിൽ ഇതൊരു റാമ്പ് സിഗ്നലിന്റെ പോലെ ഇല്ലേ? റാമ്പ് സിഗ്നൽ എങ്ങനെയായിരുന്നു? ഇതുപോലെയല്ലേ? ഓക്കെ, അതിന്റെ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ടി അല്ലേ? ഇതെന്താണ്, മനസ്സിലാവുന്നുണ്ടോ? ആ x of t നമുക്ക് ഡയറക്റ്റ്ലി കൊടുക്കാൻ പറ്റില്ല. തന്നിരിക്കുന്നതിൽ എന്താണ് x of t എന്ന് പറയണം.
ഓക്കെ, എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? -1 to 1 കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു സിഗ്നൽ ആണ്. ഓക്കെ, അതെങ്ങനെ നോക്കുക? ഇപ്പൊ നോക്കൂ, നമ്മൾ കൊടുക്കുമ്പോൾ എന്തായിരിക്കും? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് മനസ്സിലായോ? എക്സ് ഓഫ് ടി എന്ന് പറയുന്ന -1 to 1 വരെ ആ സിഗ്നൽ എന്താണെന്ന് നമ്മൾ എഴുതണം. -1 to 1 എന്ന് പറയുന്ന ലിമിറ്റ് വരെ എക്സ് ഓഫ് ടി ആണ്. ഓക്കെ, എനിക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇങ്ങനെയാണ് ഒരു സിഗ്നൽ -1 to 1 വരെ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 2 ആണ്. സോ എക്സ് ഓഫ് ടിന്റെ വാല്യൂ എത്രയായിരിക്കും? 2 ആയിരിക്കും. കാരണം -1 to 1 വരെ എന്താ അതിന്റെ വാല്യൂ 2 ആണ്. ഓക്കെ, ഇവിടെ അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടൊരു വാല്യൂ അല്ല, ഒരു റാം സിഗ്നൽ പോലത്തെ ഒരു സിഗ്നൽ ആണ്. സോ അതിന്റെ വാല്യൂ എന്താണ്? ടി ആണ്. ഓക്കെ, അപ്പം എക്സ് ഓഫ് ടി എന്ന് നമ്മൾ നെക്സ്റ്റ് എഴുതാൻ പാടില്ല. നെക്സ്റ്റ് എന്ത് ചെയ്യണം? എക്സ് ഓഫ് ടിന്റെ വാല്യൂ ഈക്വൽ ടു എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ, നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്ത് ടൈപ്പ് സിഗ്നൽ ആണ്. ഓക്കെ, അപ്പം -1 to 1 റേഞ്ച് വരെയുള്ള സിഗ്നൽ എടുക്കുമ്പോൾ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ആണ്. ഓക്കെ, എക്സ് ഓഫ് ടി ഇൻറ്റു സൈൻ n omega 0 t dt ആണ്. ആൻഡ് ഓൾസോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് omega 0? omega 0 2π/t ആയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ പെർ സെക്കൻഡ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്നും കൂടി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. dn is equal to 2/2 integral -1 to 1 x of t പകരം എന്ത് കൊടുക്കുക? t കൊടുക്കുക. t ഇൻറ്റു സൈൻ n omega 0 പകരം എന്ത് കൊടുക്കുക? പൈ കൊടുക്കുക. n pi t ഇൻറ്റു dt. ഓക്കെ, ഇതാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ. ഓക്കെ, ഇപ്പൊ ടൈം ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് സോൾവിങ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്ന് വേഗം അറ്റൻഡൻസ് പറഞ്ഞേ. ഇത്ര വരെ ക്ലിയർ ആയിട്ടില്ലേ? ആ ഒരു എക്സ്പാൻഷന് ക്യാപിറ്റൽ ടി ഫണ്ടമെന്റൽ പീരീഡ് കണ്ടുപിടിക്കുന്നതും ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നതും പിന്നെ ആ ലിമിറ്റ് കണ്ടുപിടിക്കുന്നതും എക്സ് ഓഫ് ടി കണ്ടുപിടിക്കുന്നതും ഒക്കെ ക്ലിയർ ആയിട്ടില്ലേ? ഇനി നമുക്കിത് ബി എൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കേ വേണ്ടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക? ആ കിട്ടിയ വാല്യൂ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഫോറിയർ സീരീസ് എക്സ്പാൻഷന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ് ടു ദിസ് ഇന്നത്തെ പോർഷൻ മനസ്സിലായിട്ടുണ്ടോ?